ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരണ യോഗം തിരുമേനിയിലെ നെല്ലിക്കൽ സാജന്റെ ഭവനത്തിൽ വെച്ച് ചേർന്നു. മണ്ഡലം സെക്രട്ടറി സജി ഓലടുത്ത് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. DCC നിർവാഹക സമിതി അംഗങ്ങളായ തങ്കച്ചൻ കാവാലം, M ബാലകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ, മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം KD പ്രവീൺ, പ്രദീപ് കുമാർ, പുരുഷു മാണിക്കത്ത്, ബിജു പുറ്റുമണ്ണിൽ, വിസിലി കുര്യൻ, ജോർജ് ചെമ്പരത്തിക്കൽ, മാത്യു തടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചാൽ ആ 100 രൂപ ഒരിക്കലും 80 രൂപയായി മാറരുത് എന്നതാണ്. അതൊരിക്കലും 70 രൂപയായി മാറി 30 രൂപ ഇടനിലക്കാരുടെ കൈകളിൽ എത്തരുത്. അതിന് കേന്ദ്രം പദ്ധതി വിഹിതം അനുവദിച്ചാൽ കേരള സർക്കാർ നേരെ അത് പഞ്ചായത്തുകൾക്ക് കൈമാറണം. അർഹതപ്പെട്ടവരുടെ കൈകളിൽ കൃത്യമായി എത്രയാണോ സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഫണ്ട് അത് എത്തിച്ചേരണം. അങ്ങനെ എത്താതിരുന്നാൽ കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് ഏത് ഭരണസമിതിയായാലും. കാരണം ഈ കഴിഞ്ഞ വർഷത്തെ പദ്ധതിക്ക് ചെലവഴിക്കേണ്ട തുക ഈ വർഷത്ത് അനുവദിച്ച പദ്ധതി പണം കൊണ്ട് ചെലവഴിച്ച് നിൽക്കേണ്ടതായി വരും. ഇപ്പൊ എത്ര നഷ്ടം വരും പ്രവീണ്? ചെറുപുഴ പഞ്ചായത്തിലെ പദ്ധതി പണം 1 കോടി 1.25 കോടിയോളം രൂപ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഇതാണ് അവസ്ഥ. അപ്പൊ കേന്ദ്രം അനുവദിച്ച തുക മുഴുവൻ സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടിടത്ത് കൊടുക്കാതെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ആ പണം മുഴുവൻ വകമാറ്റി ചെലവഴിച്ച് പഞ്ചായത്തുകളുടെ കടുത്തു പിടിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. 31-ാം തീയതി പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ അത് സ്പിൽ ഓവറായി അംഗീകരിക്കും. അത് തുടർ പദ്ധതിയായി പിന്നീട് അംഗീകാരം വാങ്ങി പദ്ധതി പണത്തിനുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ കൊടുക്കും. പക്ഷെ പിണറായി വിജയൻ വന്നതോടുകൂടി മാർച്ച് മാസം 31-ാം തീയതി പൂർത്തിയാക്കില്ല, ഫണ്ട് മുഴുവൻ പിടിച്ചെടുക്കും. തത്വത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ചിലവഴിക്കേണ്ടുന്ന തുക മുഴുവൻ ലാപ്സായി പോകുന്നു. സാധാരണക്കാരന് കിട്ടേണ്ടുന്ന പണം അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നില്ല. ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ പഞ്ചായത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും സർക്കാരുകൾ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.